കഴിയുമ്പം വിചാരിക്കും മഴ ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ ഇതിപ്പോഴൊന്നും നിൽക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും പോകുമ്പം കൂടെ വരാൻ റെഡി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുള്ളത് കൊണ്ട് ഏത് യാത്രയും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളെ പൂക്കിമോളെയും കൂടെ കൂട്ടി കേട്ടോ. അവൾക്കും ഇഷ്ടമാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ. ഞങ്ങൾ പോകുന്നത് ഏലപ്പീടികയിലേക്കാണ്. പോകുന്ന വഴിക്ക് നല്ല കോടയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുന്ന് കയറി വരുന്നതിനനുസരിച്ച് കോട കൂടുകയാണ്. വഴിയൊന്നും കൃത്യമായി മനസ്സിലാവുന്നില്ല. നമ്മൾ ഡെയിലി പോകുന്ന വഴിയാണെങ്കിൽ വഴിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. കർണാടകക്കാർ ഈ സ്ഥലവും കയ്യേറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വണ്ടികൾ ഈ കുന്നിറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വണ്ടിക്ക് കഷ്ടിച്ച് ആ വഴി പോകാൻ പറ്റും. ഞങ്ങൾ കൊളക്കാട് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ ഗൈസ് നമ്മൾ ഏലപ്പീടികയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുന്ന് കയറിപ്പോയാൽ ഒരു വ്യൂ പോയിന്റിലാണ് എത്തുക. അവിടെ ഒരു ഇറ്റാച്ചി ഉണ്ട്. ഈ ഇറ്റാച്ചിൻ്റെ മേലെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കണം ഗൈസ്. ഇപ്പം എൻ്റെ ഒരു അത്ഭുതം കാണാം. ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടി. കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ മഴയും കോടയും ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. വരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ തന്നെ പോകണം കേട്ടോ. അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയും കൂടി ഉള്ളത് കൊണ്ട് ഒരു കൊടമഞ്ഞിൻ ഓഹോ താഴ്വാരയിൽ പാട്ടൊക്കെ പാടി ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളെ വൈബിനനുസരിച്ചിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം ഒരു അടിപൊളി തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ആടിപ്പാടി മഴയൊക്കെ കൊണ്ട് ക്ഷീണിച്ചപ്പോൾ ഒരു ചായ കിട്ടിയാൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ട്രെയിൻ കണ്ടത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ട്രെയിനും ഉണ്ടോയെന്ന്. ഇതൊരു ചായക്കടയാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നല്ല ചൂട് ചായയും ഉള്ളിവടയും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതിങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു. അത് കുടിച്ചു നോക്കാണ്. അല്ലെങ്കിൽ മഴ നനഞ്ഞ് ചായ കുടിക്കുമ്പോൾ വേറെ തന്നെ രസമാണ്. പൂക്കിമോളെ പുറത്ത് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അവൾക്കുള്ള ഫുഡും അങ്ങോട്ട് കൊണ്ടുപോയി അവൾക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഏലപ്പീടികയിലോട് യാത്ര പറയുകയാണ്. ഏലപ്പീടികയിൽ നിന്നും ഞങ്ങളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുന്നിറക്കാണേ, കുറച്ച് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ഇറങ്ങണം. കാരണം അപ്പുറത്തുനിന്നൊരു വണ്ടി വന്നാൽ കുറച്ച് പണിയാണ്. അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് വീണ്ടും വീട്ടിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ടാറ്റാ.